How many numbers are between 50 and 150 which are completely divisible by 6? അപ്പോൾ 50നും 150നും ഇടയ്ക്ക് 6 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും രീതി ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് 1 മുതൽ 150 വരെയുള്ള നമ്പറല്ലേ ഉള്ളത്, 150 വരെയുള്ള നമ്പർ 1 to 150. അപ്പോൾ ഇതിനകത്ത് 1 മുതൽ 150 വരെയുള്ള നമ്പറിനകത്ത് കൃത്യമായിട്ട് 6 കൊണ്ട് എത്ര നമ്പർ ഡിവിസിബിൾ ആവും എന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് 50 വരെയുള്ള നമ്പർ കുറയ്ക്കും. അപ്പോൾ എനിക്ക് എത്ര കിട്ടും, 50 തൊട്ട് 150 വരെയുള്ള കിട്ടത്തില്ലേ, കിട്ടും. അതാണ് ഒരു മെത്തേഡ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 150 ഡിവൈഡ് ബൈ 6 ചെയ്യും. 150 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 150-നകത്ത് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റും എത്ര നമ്പറിനാ കിട്ടത്തില്ലേ. അപ്പോൾ 150 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എത്ര, 25 എന്ന് വരും അല്ലേ, 25 എന്ന് വരും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ 150 എന്ന് പറഞ്ഞ നമ്പർ കൂട്ടുമോ, കൂട്ടത്തില്ല. 150 കൂട്ടുമ്പോഴാണ് എനിക്ക് 25 വരുന്നത്, 150 കൂട്ടത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് എത്ര വരും, 24 എന്നുള്ള നമ്പറാണ് എടുക്കേണ്ടത്. പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഇനി 50-നകത്തുള്ള നോക്കണ്ടേ, അപ്പോൾ 50/6 ചെയ്യും. 50/6, 6 48 അല്ലേ, അപ്പോൾ 8 നമ്പർ ഉണ്ട്. ക്ലിയർ ആണ്? അപ്പോൾ ഇത് മൊത്തത്തിൽ എനിക്ക് 24 നമ്പറുണ്ട്. ഇവിടെ തൊട്ട് ഇവിടെ വരെ എനിക്ക് എത്ര ഉണ്ട്, 8 നമ്പറുണ്ട്. അപ്പോൾ രണ്ടോട് കുറച്ചാൽ പോരെ. അപ്പോൾ 24 - 8 ചെയ്യണം. 24 - 8 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 16 കിട്ടും. ഓക്കെ, അപ്പോൾ 16 നമ്പറാണ് എന്തുള്ളത്, 50നും 150നും ഇടയ്ക്ക് 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 16 നമ്പറാണ് ഉള്ളത്. ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ 150നും 50നും ഇടയ്ക്ക് എത്ര നമ്പറാണ്, 150നും 50നും ഇടയ്ക്ക് എനിക്ക് എത്ര നമ്പറുണ്ട്, 99 നമ്പർ ഉണ്ടല്ലേ, 99 നമ്പറുണ്ട്. ഈ 99നെ സിമ്പിളായിട്ട് 6 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തു. 99 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 16 കിട്ടും. 16 പോയിന്റ് സംതിങ് വരും. എക്സാക്റ്റ് ഡിവിസിബിൾ ആകും 16 നമ്പർ ഉണ്ടെന്നുള്ളത് കിട്ടും. അപ്പോൾ 16 എന്ത്, എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്പർ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഡെസിമൽ പോയിന്റ് വരും, ഡെസിമൽ നമ്പേഴ്സ് വരും. പക്ഷേ നമുക്ക് പൂർണ്ണ ഡിവൈഡ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് എടുക്കത്തില്ല, ഡെസിമൽ നമ്പർ എടുക്കത്തില്ല കേട്ടോ. ഇനി ഇതുപോലെ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, 150നും 200നും ഇടയ്ക്ക് 6 കൊണ്ട് ഡിവിസിബിൾ എത്ര നമ്പർ ഉണ്ടെന്നാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്പർ എടുക്കുക, എത്ര നമ്പർ ഉണ്ടോ എടുക്കുക, ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കമൻറ്റ് ചെയ്യുക.